പക്ഷേ വയനാടിനെ തന്നെ ഒരു പുനരുജ്ജീവിപ്പിക്കണമെന്നൊരു ആവശ്യം കൂടിയുണ്ട്. അതായത് ടൂറിസം അടക്കമുള്ള മേഖലകൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ്. അതടക്കം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതെ, വയനാട് ജില്ല നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഒരു ടൂറിസ്റ്റ് ജില്ലയാണ്, അതിൽ തർക്കവുമില്ല. പക്ഷേ ടൂറിസ്റ്റ് ജില്ലയാവുമ്പോൾ തന്നെ ഈ വയനാട് ജില്ലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ജീവൽ പ്രശ്നം കാണാതിരിക്കാൻ പറ്റില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവിടെ നമുക്കറിയാം, വയനാട് ഒരു കുടിയേറ്റ ജില്ലയാണ്. അതോടൊപ്പം തന്നെ ഒരു ഏറ്റവും കൂടുതൽ തദ്ദേശീയ ജനവിഭാഗം താമസിക്കുന്ന ഒരു ജില്ലയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ്. അതിൻ്റെ ഒരുപാട് ഘടകങ്ങളൊക്കെ ഈ വയനാട് ജില്ലയ്ക്കുണ്ട്. പക്ഷേ പ്രകൃതിദത്തമായി പച്ചപ്പും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ടൂറിസ്റ്റ് ജില്ലയാണ്. പക്ഷേ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് വയനാട് ജില്ലയെ പ്രൊമോട്ട് ചെയ്തു. പക്ഷേ എനിക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള എപ്പോഴും പറയുന്നൊരു അഭിപ്രായം, ഈ ടൂറിസം കടന്നു വരുമ്പോൾ വയനാടിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകുന്നുണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. കാരണം ഏറ്റവും താഴെത്തട്ടിലുള്ള ഈ ആദിവാസി ജനവിഭാഗത്തിന് ടൂറിസം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുന്നുണ്ടോ? അതൊരു ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, അത് പരിശോധിക്കേണ്ടല്ലോ. ഇപ്പോൾ ഒരു റിസോർട്ട് വന്നു, അല്ലെങ്കിൽ ഒരു 10 റിസോർട്ട് വന്നു. നിങ്ങളെപ്പോഴും നിരീക്ഷിക്കേണ്ട ഒരു കാര്യം, ഈ റിസോർട്ടുകളിലൊക്കെ ആരാണ് ജോലി ചെയ്യുന്നത്? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബഹുഭൂരിപക്ഷവും അന്യജില്ലക്കാരാണ് വയനാട് ജില്ലയിലെ ബഹുഭൂരിപക്ഷം റിസോർട്ടുകളിലും ജോലി ചെയ്യുന്നത്. അവർക്ക് ജോലി വേണ്ട, ജോലി ചെയ്യേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പക്ഷെ ഇതുകൊണ്ട് വയനാട് ജില്ലയിൽ താമസിച്ച് വരുന്ന തദ്ദേശീയ ജനവിഭാഗത്തിനും ഇവിടുത്തെ കർഷകർക്കും ദരിദ്ര ജനവിഭാഗത്തിനും ഗുണം ലഭിക്കുന്നുണ്ടോ? ഒരു പഠനം നടത്തേണ്ട കാര്യം സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്, ഒരു വിവാദത്തിന് വേണ്ടി പറയുന്നതല്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം ആ കാര്യത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റ് നമ്മൾ പറഞ്ഞു, വയനാട് ജില്ല ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റ് പ്രഖ്യാപിച്ചു. പക്ഷെ പ്രഖ്യാപിച്ചെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ പദ്ധതികൾ ഈ പറഞ്ഞ പോലെ വയനാട് ജില്ലയ്ക്ക് ലഭിക്കുന്നുണ്ടോ? അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രധാനമന്ത്രി വരുമ്പോൾ പ്രധാനമായും ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും അതുപോലെ ആദിവാസി വിഭാഗങ്ങളുടെ അടക്കം പ്രശ്നങ്ങൾ ഉന്നയിക്കാനുമാണോ നമ്മൾ ശ്രമിക്കുന്നുണ്ടാവുക? അല്ല, അതും പറയേണ്ടതായിട്ട് വരും ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ വയനാട് ജില്ല അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നത്, ജീവൽ പ്രശ്നം. ഇപ്പോൾ വന്യമൃഗം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ ഒരു ഏറ്റുമുട്ടൽ വയനാട്ടിലെ ജനങ്ങളും കർഷകരും നടക്കുന്നു. കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നില്ല. കൃഷി മുന്നോട്ട് കൊണ്ടുപോകാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ വരുമാനം നഷ്ടപ്പെടുന്നു, തൊഴിൽ നഷ്ടപ്പെടുന്നു, ജീവിതം വഴിമുട്ടുകയാണ്. മറ്റൊന്നാണ് ഇപ്പോൾ ഈ ദുരന്തങ്ങൾ കടന്നു വരുമ്പോൾ ഒന്നുകൂടി നമ്മൾ വലിയ ഒരു പ്രതിസന്ധിയെ നമ്മൾ നേരിടുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പറയുക. സമഗ്രമായൊരു പഠനം ഈ വിഷയത്തിൽ ഉണ്ടായതിന് ശേഷം ഒരു ഇടപെടലായിരിക്കും വേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വയനാട് ജില്ലയിലേക്ക് വരുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു പ്രതീക്ഷയാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം പഠനമായിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ജീവൽ പ്രശ്നത്തിനാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഊന്നൽ കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദിവാസി ജനവിഭാഗത്തിൻ്റെത്, കർഷകരത്, ദരിദ്ര ജനവിഭാഗത്തിൻ്റെത്, ഇവിടുത്തെ വന്യമൃഗശല്യം, ഇവിടുത്തെ ഉരുൾപൊട്ടൽ ഭീഷണി, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭീഷണിയാണ്. ഈ വയനാട്ടിലെ ജനങ്ങൾ എങ്ങോട്ട് പോവും? എങ്ങനെ ജീവിക്കും? വലിയ ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ മുമ്പിലേക്ക് നിൽക്കുന്നത്. അത് ഒരിക്കലും കടാതിരുന്നതും കൂടെ ഇതിനെ വേണ്ട രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റൂല. ആ ഒരു വസ്തുതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മിനിസ്റ്റർ എവിടെ വരെ അനുഗമിക്കാനാകും പ്രധാനമന്ത്രി എന്നാണ് കരുതുന്നത്? കലക്ട്രേറ്റിൽ വെച്ച് കാണുകയാണോ, അങ്ങനെയാണോ? ഇവിടെ മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗങ്ങൾ കലക്ട്രേറ്റിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കാണുന്നത്. അതിന് അവർ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ പോയി കാണും.
ഏതായാലും OR കേളു മിനിസ്റ്ററും അതുപോലെ AK ശശീന്ദ്രൻ മിനിസ്റ്ററും പറഞ്ഞതുപോലെ വയനാടിന്റെ സമഗ്രമായ ഒരു പദ്ധതി തന്നെ വേണമെന്നാണ് പറയുന്നത്. അതായത് അടിസ്ഥാന വിഭാഗത്തിന്റെ ഒക്കെ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരിക്കണം മന്ത്രിയെ കാണുമ്പോൾ മുന്നോട്ട് വെക്കേണ്ടതെന്നുമാണ് അവർ ആഗ്രഹിക്കുന്നത്.